നമസ്കാരം. ഇന്ത്യക്കാർ ബുദ്ധിയുള്ളവരാണ്. അത് കണ്ടിട്ട് അമേരിക്ക അസൂയപ്പെട്ടിട്ട് കാര്യമുണ്ടോ? ഇന്ത്യയുടെ ബുദ്ധിയും ബിസിനസ് തന്ത്രങ്ങളും ഉപയോഗിച്ച് റഷ്യൻ എണ്ണ മുതലാക്കുന്നതിൽ അമേരിക്കയ്ക്ക് എന്തിന് ഇത്ര കണ്ണുകടി? അതിന്റെ ആവശ്യമില്ല. ഇന്ത്യക്ക് ഇരട്ട തീരുവ അല്ല, ഇനി എന്ത് ഭീഷണി ഉയർത്തിയാലും ഇന്ത്യക്ക് റഷ്യയെ വിട്ട് ഒരു കളിയുമില്ല. ഇപ്പോ അതാ ഇന്ത്യയുടെ ബിസിനസ് തന്ത്രം അത്രയ്ക്കങ്ങ് പിടിക്കാത്ത അവസ്ഥയിലാണ് അമേരിക്ക. ഒടുവിൽ സഹിക്കാനില്ലാതെ ഇന്ത്യയോടുള്ള അസൂയ അമേരിക്ക പരസ്യമാക്കിയിരിക്കുകയാണ്. US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസറ്റ് ഇപ്പോ ഈ അഭിപ്രായം വ്യക്തമാക്കി രംഗത്ത് വന്നത്. പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധങ്ങൾക്കിടയിലും കുറഞ്ഞ വിലയ്ക്ക് റഷ്യൻ എണ്ണ വാങ്ങി അത് ശുദ്ധീകരിച്ച് ഉയർന്ന വിലയ്ക്ക് വിറ്റ് ഇന്ത്യ ലാഭം കൊയ്യുകയാണെന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം. ഇന്ത്യയുടെ നടപടിയെ അസ്വീകാര്യമെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. കുറഞ്ഞ വിലയ്ക്ക് റഷ്യൻ എണ്ണ വാങ്ങി അത് ഉൽപ്പന്നങ്ങളാക്കി മറിച്ചു വിറ്റ് ഇന്ത്യ നടത്തുന്ന ഈ കച്ചവടം യുദ്ധകാലത്ത് പൊടുന്നനെ ഉണ്ടായതാണ്. ഇത് അംഗീകരിക്കാനാവില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഇത് വെറും ലാഭക്കൊതിയാണെന്നും അവർ അത് മറിച്ചു വിൽക്കുക എന്നാണ് ബെസന്റ് തുറന്നു പറച്ചിൽ. ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നരായ കുടുംബങ്ങൾ ചിലർക്ക് റഷ്യൻ അസംസ്കൃത എണ്ണ വാങ്ങുന്നതിലൂടെ പ്രയോജനം ലഭിച്ചു എന്നും ആരോപിക്കുന്നുണ്ട്. അതേസമയം അമേരിക്കയ്ക്ക് ഇന്ത്യ നേരത്തെ തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് താങ്ങാവുന്ന വിലയ്ക്ക് റഷ്യൻ എണ്ണ വാങ്ങുന്നത് ഇന്ത്യയുടെ ദേശീയ താല്പര്യമാണെന്നും ഇന്ത്യ നേരത്തെ തന്നെ വ്യക്തമാക്കി. ഇത് രാജ്യത്തിന്റെ വർദ്ധിച്ചു വരുന്ന ഊർജ ആവശ്യങ്ങൾ നിറവേറ്റുവാനും ആഗോള വില വർധനവിൽ നിന്നും ഉപഭോക്താക്കളെ സംരക്ഷിക്കുവാനും സഹായിക്കുന്നുവെന്നും ഇന്ത്യ വ്യക്തമാക്കുന്നു. ട്രംപിന്റെ താരിഫ് നീക്കത്തിലൂടെ ഇന്ത്യ ചൈന ബന്ധം കൂടുതൽ മെച്ചപ്പെടുന്ന സാഹചര്യത്തിലാണ് വീണ്ടും ഭീഷണി എന്നുള്ളതാണ് ശ്രദ്ധേയം. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ട്രഷറി സെക്രട്ടറി ഇന്ത്യയെ വിമർശിക്കുന്നത് ഇത് ആദ്യമായിട്ടല്ല. കഴിഞ്ഞ ആഴ്ച ബ്ലൂബർഗ് ടിവിക്ക് നൽകിയ അഭിമുഖത്തിലും അലാസ്കയിൽ ട്രംപും പുടിനും തമ്മിലുള്ള കൂടിക്കാഴ്ച പരാജയപ്പെട്ടാൽ ഇന്ത്യക്കെതിരെ കൂടുതൽ അധിക താരിഫ് ചുമത്തുമെന്നും ഭീഷണി ഉണ്ടായിരുന്നു. റഷ്യൻ എണ്ണ വാങ്ങുന്നതിന് ഇന്ത്യക്കാർക്ക് അധിക താരിഫ് ചുമത്തിയിട്ടുണ്ട്. കാര്യങ്ങൾ നല്ല രീതിയിൽ പോയില്ലെങ്കിൽ ഉപരോധങ്ങളും അധിക താരിഫുകളും വർദ്ധിപ്പിക്കുമെന്നാണ് ബെസന്റ് പറഞ്ഞിരുന്നത്. അതേസമയം യുഎസിന്റെ ഉപരോധങ്ങളുമായി യോജിച്ചു നിൽക്കാൻ യൂറോപ്യൻ സഖ്യകക്ഷികളെയും അദ്ദേഹം പ്രേരിപ്പിച്ചു. ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യയിൽ നിന്നും റഷ്യ എണ്ണ വാങ്ങി ശുദ്ധീകരിച്ച ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് കപടതയാണെന്ന് ആരോപിച്ചത്. 2022 റഷ്യക്ക് ഉപരോധം ഏർപ്പെടുത്തിയതിനു ശേഷമാണ് ഇന്ത്യ കുറഞ്ഞ വിലയ്ക്ക് റഷ്യൻ എണ്ണ വാങ്ങാൻ തുടങ്ങിയത്. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 2020 സാമ്പത്തിക വർഷത്തിൽ 1.7% മാത്രമുണ്ടായിരുന്ന റഷ്യൻ എണ്ണ ഇറക്കുമതി 2025 സാമ്പത്തിക വർഷത്തിൽ 35% വർദ്ധിച്ചു. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇന്ത്യ ഇറക്കുമതി ചെയ്ത 245 ദശലക്ഷം മെട്രിക് ടൺ എണ്ണയിൽ 88 ദശലക്ഷം മെട്രിക് ടണ്ണും റഷ്യയിൽ നിന്നാണ് വന്നത്. ഇത് റഷ്യയെ ഇന്ത്യയുടെ ഏറ്റവും വലിയ എണ്ണ വിതരണക്കാരാക്കി മാറ്റി. ബെസന്റിന്റെ രൂക്ഷമായ വാക്കുകൾ ഉണ്ടായെങ്കിലും US ഉടനടി ഉപരോധങ്ങൾ വർദ്ധിപ്പിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തമല്ല. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച